ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ അടിപൊളി ടിപ്പുമായിട്ടാണ് സുഖു വന്നത്. ഇന്നതേ നമ്മുടെ കാർക്കൂന്തലൊക്കെ കിളർപ്പിക്കാനുള്ള ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദേ സുഖു ആണെങ്കിൽ കാർക്കൂന്തലൊക്കെ വളർത്തി ഒരു 4-5 ചുറ്റൊക്കെ ചുറ്റി ദേ മുല്ലപ്പൂ ഒക്കെ വെച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമുക്കിന്നൊരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോഴൊരു 3 ചുറ്റൊക്കെ ആയി നമുക്ക് കേട്ടോ. ഏകദേശം 3-4 ചുറ്റൊക്കെ ആയി നമ്മുടെ കാർക്കൂന്തൽ. അപ്പോഴും മുടി വളരാനും മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ സൂപ്പറാണ് ഈ ഒരു ടിപ്പ്. ഇതെനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ. ചേച്ചിയുടെ മുടി കണ്ടാൽ നമ്മൾ കണ്ണ് വിട്ട് അത് മൊത്തത്തിൽ പോക്കും കേട്ടോ. ഇവമ്മേ ആ ചേച്ചിയാണ് നമ്മുടെ വീഡിയോ കണ്ടാൽ എന്നെ പ്രാഗത്തില്ലേ? ചേച്ചി ഇന്ന് കാണത്തില്ല വീഡിയോ കേട്ടോ. അപ്പോഴേ നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. അടിപൊളി റിസൾട്ടാണ്. ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുടി പൊഴിച്ചിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ നേരത്തെയൊക്കെ ഇഷ്ടമാതിരിയായിരുന്നു. നമ്മുടെ മുറിയിലൊക്കെ വെള്ളറ്റയിലൊക്കെ ആകുമ്പോൾ നമുക്ക് മുടി പൊഴിച്ചിട്ട് നന്നായിട്ട് അറിയാം. അത് ആണുങ്ങളുടെ ആണെങ്കിലും പെണ്ണുങ്ങളുടെ ആണെങ്കിലും നീണ്ട പരന്ന് ഒക്കെ കിടക്കും കേട്ടോ. അപ്പോഴിപ്പോൾ എന്തായാലും ഒത്തിരി വ്യത്യാസമുണ്ട്. മുടി പൊഴിച്ചിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ. അതേ ഇവിടെയൊക്കെ നമ്മുടെ കുഞ്ഞു മുടികളൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ഈ ടിപ്പുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്നും നമ്മൾ പശുമാമയ്ക്കും ആടുമാമയ്ക്കും ഒക്കെ കൊടുക്കാനൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ. കഞ്ഞിവെള്ളം എടുക്കുക. ഇന്നത്തെ കഞ്ഞിവെള്ളമാണേ. ഇന്നത്തെ നമ്മുടെ ആറിയ കഞ്ഞിവെള്ളം എടുക്കുക ആവശ്യത്തിന്. നിങ്ങൾ ഒത്തിരി മുടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി എടുക്കാം. ഫുള്ള് മുടി മുഴുക്കനെയും നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എടുത്തൊഴിച്ച് മഗ്ഗിനകത്തൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ സ്പ്രേ ബോട്ടിലിനകത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാടങ്ങ് കാർക്കൂന്തൽ കിടക്കുകയാണല്ലോ, അതുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്ത് അടിക്കുന്നത് അതായാലും മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോഴും ഉപ്പിടാത്ത ഇന്നാലും ആരോ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉപ്പിടാത്ത നമ്മുടെ കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിലൊന്നും ചോറ് വയ്ക്കാൻ ഉപ്പിടത്തില്ല കേട്ടോ. കഞ്ഞിവെള്ളത്തിനകത്ത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ. ആവശ്യത്തിന് എടുക്കുക, നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. ഞാൻ ഇച്ചിരി എനിക്ക് കാർക്കൂന്തൽ ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കാർക്കൂന്തൽ കിളിർത്തൊക്കെ വരുന്നു. നമ്മൾ പരീക്ഷിക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓരോ ദിവസം ഓരോന്ന് നമ്മുടെ ടിപ്പുകൾ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്തായാലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ടാണല്ലോ നമുക്ക് വീണ്ടും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് ചെയ്യാനുള്ള ഒരു ഉത്സാഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3 കൂട്ടം സംഭവങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതാണ് പറഞ്ഞത് മുടി വളർച്ചയ്ക്കൊക്കെ നല്ല സൂപ്പർ കിടുവാണെന്ന്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഒക്കെ ചായയൊക്കെ ഉണ്ടാക്കുമല്ലോ. അതിനകത്തു നിന്ന് നമുക്ക് എനിക്കൊരു സ്പൂൺ മതി കേട്ടോ. കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ. 1 സ്പൂണ് നമ്മുടെ തേയില, 1 സ്പൂണ് തേയില നമ്മൾ എടുത്ത് നമ്മുടെ ആ ചൂടാക്കാൻ വെച്ചേക്കുന്ന കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറയട്ടെ. നമ്മുടെ ജലദോഷം ചുമ തുമ്മൽ ഒന്നും വരാതെ ഇരിക്കാൻ നമ്മൾ എടുക്കുമല്ലോ പനിക്കൂർക്ക, അത് കേട്ടോ. ഇത് മുടി വളർച്ചയ്ക്കും ഡൈക്കൊക്കെ നല്ലതാണ് കേട്ടോ. ഡൈയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് പനിക്കൂർക്കയില. ഇതിന് ഞാവരയിലെന്ന് പറയും കേട്ടോ. അത് നമുക്ക് ഇഷ്ടം മാതിരി ഇടാം കേട്ടോ. ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാൻ തോന്നിയത് എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടം. അതിൻ്റെ തണ്ടും എല്ലാം സമൂലം നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, സമൂലം ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. സമൂലം ഈ കറിവേപ്പിൻ്റെയൊക്കെ തണ്ട് മാത്രമല്ല, അത് വേരോടെ കൊണ്ടുവന്ന് ഇട്ട് നോക്കി മുടി വളർച്ചയ്ക്കും എന്താ ടിപ്പ് ചെയ്താലും അത് സമൂലം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ സമൂലം ഇട്ട് ഡോക്ടർമാരൊക്കെ വൈദ്യന്മാരൊക്കെ പറയുന്നത് സമൂലം ഇടുക എന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കറിവേപ്പിലയും വേറുണ്ടെങ്കിൽ വേരും കൂടെ എടുത്ത് വേണ്ട, നാളെ നമുക്ക് ചെന്ന് പിച്ചേണ്ടി അന്നേരം അത് അവിടെ നിർത്തിയേക്ക്. നമുക്ക് ഇല മാത്രം മതി കേട്ടോ ആവശ്യത്തിന്. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് നമ്മൾ ആറിച്ച് നമ്മുടെ മുടിയിലോട്ട് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കുളിക്കുന്നതിന് മുന്നേ രാവിലെയോ വൈകിട്ടോ നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഞവരയില പനിക്കൂർക്കയില? അത് നമുക്ക് 4 മണി പലഹാരത്തിന് നല്ലതാണ് കേട്ടോ. 4 മണി പലഹാരവും നമുക്ക് ഇതും കൊണ്ട് ഉണ്ടാക്കാം. എന്താ
ബജ്ജി പോലൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ല, അതിനൊക്കെ നല്ലതാട്ടോ. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ച് തീ സിമ്മിലാക്കിയിടാം കേട്ടോ. കഞ്ഞിവെള്ളം ഏത് വിധേനയും ചെയ്താലും നല്ലതാണ് കഞ്ഞിവെള്ളം കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒത്തിരി കുറയും. ഇതൊന്നും ചെയ്യുന്നില്ലെന്നേ, അതുകൊണ്ടാണ് ഈ കുഴപ്പം. ഞാനിപ്പം കഞ്ഞിവെള്ളം ഒന്നും കളയത്തില്ല കേട്ടോ. വേറെ ഒന്നും ഇല്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളം എടുത്ത് രാവിലെ ഇച്ചിരി ഒന്ന് തേച്ച് പിടിപ്പിക്കും. പക്ഷെ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ, നല്ലതായിട്ട് കുറയുന്നുണ്ട്. നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചൊക്കെ വരട്ടെ. അതുവരെ നമുക്ക് എന്തെങ്കിലും കഥ പറയാം. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ വിശേഷം? മഴയൊക്കെ ഉണ്ടോ? ഇടിയും കൊല്ലാനിയും ഒക്കെ വരുന്നുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഓഫാക്കി ഇടണം. എവിടെയെങ്കിലും ഒന്ന് അടിച്ചാൽ മതി, എല്ലാം പോവും. അവിടെ എവിടെയെങ്കിലും ഒരു മിന്നലും ഒക്കെ വരുമ്പോഴേ അങ്ങ് പോയി ഓഫാക്കി ഇടുക കേട്ടോ. എനിക്ക് പേടിയായതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും കൂടെ ഞാൻ പറയുന്നത്. നമ്മളെ പേടിച്ച കൊച്ചായിട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഇനിയിപ്പോൾ മഴക്കാലമാണ്. കൊതുക്, മഴ, എൻ്റെ പൊന്നേ. പണ്ടൊക്കെ നമ്മുടെ ആ ഒരു സമയമായിരുന്നു കറക്റ്റ് സമയം. മഴ പെയ്യുന്ന സമയം ജൂൺ 1-ാം തീയതി. വലിയ കാലത്തെ എന്താ അടിപൊളി പട്ടുപാവാട ഉടുപ്പും നല്ല പുതിയ ഉടുപ്പുകളും പാവാടകളും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് പോകും. തിരിച്ച് ഒരു വരവുണ്ട്. എന്തുവാ എല്ലാം കൂടെ പൊക്കി പിടിച്ച് വെള്ളപ്പൊക്കം വരുന്നതിൻ്റെ കൂട്ട് അന്ന് ഫുൾ മഴയായിരിക്കും അതല്ലേ. ജൂൺ 1-ാം തീയതി നമ്മളൊക്കെ സ്കൂളിൽ പോയ ആ സമയമാണ് കറക്റ്റ് മഴ പെയ്യുന്ന സമയം. ഇപ്പോഴൊക്കെ ജൂൺ 1-നൊന്നും അല്ല മഴ പെയ്യുന്നത്. നമ്മളൊക്കെ പഠിച്ച സമയമായിരുന്നു അടിപൊളി സമയങ്ങളല്ലേ. മഴ പെയ്യുന്നത് ജൂൺ 1-ന് തന്നെ മഴ പെയ്യും. നനഞ്ഞു ഒന്നും ഓർക്കാൻ പോലും വയ്യ അല്ലേ? സത്യമല്ലേ? നിങ്ങൾ പറ. ഇടയ്ക്കൊന്ന് ഇളക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എനിക്ക് ഒരു സ്പ്രേ കുപ്പി ഉണ്ട് കേട്ടോ. തപ്പിയെടുക്കണം. നമ്മുടെ വെള്ളം ആറുമ്പോഴത്തേന് നമുക്ക് തപ്പിയെടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. രാവിലെ കുളിച്ചിട്ടൊക്കെ പോരാ. ഇനിയിപ്പോൾ നമുക്ക് കുളിക്കാൻ നേരം ഒന്നും കൂടെ ഒന്ന് തലയിൽ സ്പ്രേ ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് നിന്നിട്ട് 10-15 മിനിറ്റ് ഇത് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് പനിയോ ജലദോഷമോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇങ്ങനെ വെന്ത വെള്ളമല്ലേ, കഞ്ഞിവെള്ളം തന്നെ വേവിച്ച് വാർത്തെടുത്ത കഞ്ഞിവെള്ളം. അപ്പോൾ വീണ്ടും നമ്മളിട്ട് തിളപ്പിക്കുകയാണ്. ഈ ചായപ്പൊടിയും ഇതുമൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണല്ലോ. ഒരു കുഴപ്പമില്ല കേട്ടോ. തുമ്മലും ചീറ്റലും ഒന്നുമില്ല. ധൈര്യത്തോടെ നിങ്ങൾ ചെയ്യും. പനി നമ്മുടെ ഈ കാർട്ടൂൺ തിലക്ക് അങ്ങോട്ട് വളരട്ടെ. അപ്പോൾ സുപ്പൂനിച്ചി പതുക്കെയൊക്കെ വരത്തുള്ളൂ. അപ്പോഴും നിങ്ങളുടെ മുടി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ മുടി വളർച്ച. ചിലർക്ക് പെട്ടെന്ന് മുടി വെട്ടിയ ഉടനെ പെട്ടെന്ന് കിളിച്ചു വരും, ചിലർക്ക് താമസം എടുക്കും. സാരമില്ല, ഉള്ളത് നമ്മളവിടെ അതിനെ അങ്ങ് നന്നായിട്ട് സൂക്ഷിച്ച് കേട്ടോ അങ്ങ് നിർത്തിയിരുന്നാൽ മതി. ഉള്ള കാർക്കൂന്തൽ കേട്ടോ പൊഴിഞ്ഞു പോകാതെയും തുമ്പ് പൊട്ടിപ്പോകാതെയും ഒക്കെ ഇരിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ടിപ്പുകൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആറിയിട്ട് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. ഇതോടെ നമ്മുടെ തലയിൽ ഇട്ട് കൊടുക്കരുത്. ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഈ തേയിലക്കൊന്ത് കാണുമല്ലോ, തേയിലക്കൊന്ത് എടുത്ത് നമ്മൾ ചെടിയുടെ മൂട്ടിലോട്ട് അങ്ങിട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ. അപ്പോഴിത് ആറിയതിന് ശേഷം തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആറുന്നതിന് മുന്നേ സ്പ്രേ ചെയ്താൽ തലയോട്ടി മുടി മൊത്തത്തിൽ ഊരിപ്പോവും കേട്ടോ. ആറണം, നന്നായിട്ട് ആറി. രാവിലെ നമ്മളിത് തിളപ്പിച്ച് വെച്ച് നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കുളിക്കണമല്ലോ. അപ്പോഴത്തേനും ഇത് ആറും സ്പ്രേ ചെയ്തിട്ട് ഒരു 10-10:45 ആകുമ്പോഴത്തേനും കുളിച്ചാൽ മതി കേട്ടോ. ഇച്ചിരി കൂടെ ഒന്ന് വെന്തിറങ്ങിയിട്ട് ഇതിൻ്റെ സമൂലം എല്ലാം കറിവേപ്പിലയുടെയും പനിക്കൂർക്കയിലയും തേയിലയൊക്കെ നന്നായിട്ട് തേയില വെള്ളം നല്ലതാണ് കേട്ടോ മുടി വളർച്ചയ്ക്കൊക്കെ. പക്ഷെ ഇപ്പം കേട്ടോ, ഇപ്പം നമ്മുടെ ചേച്ചിമാരൊക്കെ നമ്മളെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല കിടു സംഭവമാണ്. അപ്പം തലവേദനയ്ക്ക് മാത്രമൊന്നുമല്ല ഈ കടിഞ്ചായ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ അല്ലേ. പാലില്ലാത്ത കടിഞ്ചായ മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. മുടി പൊഴിച്ചിൽ ഉണ്ടാകത്തില്ല.
മുടി വളർച്ചയുണ്ടാവും കേട്ടോ. നമ്മുടെ ചേച്ചി പറഞ്ഞു തന്ന സൂത്രമാണ് കേട്ടോ. ചേച്ചിയുടെ മുടി കണ്ട നമ്മൾ ബോധം കിട്ടി വീഴും കേട്ടോ. അര ഗ്ലാസ് കഞ്ഞിവെള്ളം നമ്മൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം നമ്മൾ അരയാക്കണേ. അര ഗ്ലാസ് വെള്ളമാണെങ്കിൽ നമ്മളത് കാലാക്കി വറ്റിച്ചെടുത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം നമ്മളൊന്ന് ഓഫാക്കി വെച്ചാലും ഇച്ചിരി നേരം അതിൻ്റെ ആ ചൂട് കൊണ്ട് അതിനകത്ത് നിന്ന് എല്ലാ സത്തുകളും ഇറങ്ങും. എന്നിട്ട് ആറുമ്പോൾ എൻ്റെ സ്പ്രേ ബോട്ടിൽ പോയി തപ്പിയെടുക്കട്ടെ. അപ്പോൾ ഞാനിനി ഇത് സ്പ്രേ ബോട്ടിൽ വെച്ച് അടിച്ച് ഇച്ചിരി കഴിയുമ്പോൾ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഇത് ആറാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ. എൻ്റെ കണ്ണിന് ഭയങ്കര വേദന, കൺകുരു വരുവാണെന്ന് തോന്നേ. ഇടത്തെ കണ്ണിനകത്ത് 2 ദിവസം മുതൽ നല്ല വേദന. ഇനി അതെന്തൊരു ഇതാവുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോഴും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. നാളത്തെ കഞ്ഞിവെള്ളം എടുത്ത് കളയാതെ ഇതേമാതിരി ഈ ടിപ്പൊന്ന് തുടർച്ചയായിട്ട് ചേച്ചി പറഞ്ഞ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്ത് നോക്ക് കേട്ടോ. ഒരാഴ്ച തുടർച്ചയായിട്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ മുടി കൊഴിച്ചിലിന് നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. ഇപ്പോഴും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കണം ഈ സൂത്രം. ചേച്ചിമാരുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും. സുപ്പ് പറഞ്ഞു തന്ന ഈ സൂത്രം നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കാരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ചെയ്യും, നിങ്ങളും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് ഇത് ആറി വരണമെങ്കിൽ ഇത്തിരി സമയം എടുക്കും കേട്ടോ. അതുവരെ നമുക്ക് നിൽക്കാൻ ഇപ്പോൾ ആറി വന്ന് അല്ലെങ്കിൽ പിന്നെ രാവിലെ നമ്മൾ ഉണ്ടാക്കി വെക്കണമായിരുന്നു. ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇത് ഇട്ടൊക്കെ കാണിക്കാമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പോയിട്ട് വന്നു കഴിഞ്ഞ് വൈകിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഇനി താമസിക്കും, ആറി വരണം. ഞാൻ സ്പ്രേ ഒക്കെ ചെയ്ത് തലയൊക്കെ കഴുകി നല്ലതായിട്ട് ഉണക്കി നമ്മൾ സൂക്ഷിക്കണം. മുടി നന്നായിട്ട് നമ്മൾ ഉണക്കാനും നോക്കണം. ഇതേമാതിരിയൊക്കെ ടിപ്പുകൾ ചെയ്തിട്ട് മുടി നന്നായിട്ട് ഉണക്കണം കേട്ടോ. ഉണക്കിയിട്ട് മുടിയൊക്കെ വാരി പിടിച്ച് കിട്ടണം. എത്ര ഇച്ചിരി കാർപ്പൂന്തലാണെങ്കിലും ഒത്തിരി കാർപ്പൂന്തലാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം ഈ ഒരു ടിപ്പ്. അപ്പോൾ നല്ല വിശേഷങ്ങളും ടിപ്പുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.